അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് LDF പെരിന്തൽമണ്ണ മണ്ഡലം സ്ഥാനാർത്ഥി മുഹമ്മദ് ഹനീഫയാണ്. അപ്പോൾ ഒരു മോർണിംഗ് വാക്കിലാണ്, അതോടൊപ്പം തന്നെ പര്യടനവും നടത്താം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അല്ലേ? മോർണിംഗ് വാക്ക് നമ്മളെ നാട്ടിലെ ആളുകളെ നേരിൽ കാണാൻ കാലത്ത് കുറച്ചുകൂടി സൗകര്യമാണല്ലോ. ഇതിന്റെ നാടാണ്. എനിക്ക് ഏറ്റവും ഹൃദയബന്ധമുള്ള പുലാമന്തോളിന്റെ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവര് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ നടക്കുമ്പോൾ തന്നെ അവര് കാണുന്നത് ഞങ്ങളുടെ ബാപ്പു ഞങ്ങളുടെ നാട്ടിൽ മത്സരിക്കുന്നു. അപ്പോൾ ബാപ്പുവിന്റെ മത്സരത്തിന് പുലാമന്തോൾ ഒന്നിച്ച് ബാപ്പുവിനോടൊപ്പം നിൽക്കണം എന്നൊരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളുടെ നാട്ടുകാർ. ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിനെ സംബന്ധിച്ചിട്ട് ഒരു MLA സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ ഹനീഫ് കയുടെ ഒരു ദൗത്യം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്? നല്ല മുന്നേറ്റമാണ് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഏത് അർത്ഥത്തിലുള്ള ഉത്തരവാദിത്വവും വിജയകരമായി പൂർത്തിയാക്കാറാണ് പതിവ്. അത് പാർട്ടി ചുമതലയാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയായിരുന്ന ഘട്ടത്തിലാണെങ്കിലും ഇപ്പൊ പെരിന്തൽമണ്ണ അർബൻ ബാങ്കിന്റെ ചെയർമാൻ എന്നുള്ള നിലക്കാണെങ്കിലും പാർട്ടി മുന്നണിയൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒരു തരത്തിലുള്ള വീഴ്ചയില്ലാതെ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുള്ള റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു രീതിയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സംഘടനാ രംഗത്തും പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണെങ്കിലും DYFI യുവജന സംഘടന വിദ്യാർത്ഥി സംഘടനാ രംഗത്തൊക്കെ ഇടപെടുന്ന കാലത്തും അതിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതേ അർത്ഥത്തിൽ നടപ്പാക്കുക എന്നുള്ളതിൽ എന്നും ഒരാവേശം ഉണ്ടാക്കുന്ന കാര്യം. അതിന് ആളുകൾ കൂടെ നിൽക്കാറുണ്ട്, കൂടെ നിർത്തി ആളുകളെ ചേർത്ത് മുന്നോട്ട് പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു 15 വർഷത്തോളമായി പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് വികസന മുന്നേറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു പോർനില നമ്മൾ പ്രസ് ഫോറം വെച്ച പരിപാടിയിലാണെന്നുണ്ടെങ്കിലും ശ്യാം പ്രസാദ് മുന്നോട്ട് വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നു. ആശയം എന്നല്ല, പെരിന്തൽമണ്ണയിൽ വികസനം മുരടിച്ചയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയുടെ വികസനത്തെ പിന്നോക്കം വലിക്കുന്ന രീതിയിലായിരുന്നു സിറ്റിംഗ് MLA പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു വികസന പരിചയ സമ്പന്നത കൊണ്ടുകൂടി ആയിരിക്കും ഇത്തവണ MLA സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടാവുക, പാർട്ടി നിയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇനിയൊരു പെരിന്തൽമണ്ണ മണ്ഡലത്തിലെത്തുമ്പോൾ ആ ഒരു വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമോ? എങ്ങനെയൊക്കെയായിരിക്കും പ്രവർത്തനങ്ങൾ? പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ സമഗ്രമായ ഒരു വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നല്ലോ. നിങ്ങൾ എൻ്റെ പാർട്ടിയും മുന്നണിയൊക്കെ ഈ നാട്ടിലെ ജനവിഭാഗങ്ങളും എല്ലാം എന്നെ ഏൽപ്പിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയാണെങ്കിലും ആ ഘട്ടത്തിൽ ഈ സ്റ്റേറ്റിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാക്കിംഗ് നടത്തുന്നിടത്ത് ഒരു UP സ്കൂളുണ്ട്. ഈ സബ് ജില്ലയിലെ ഏക ഗവൺമെൻറ് UP സ്കൂളാണ്. ഞാൻ ഇവിടെ ചുമതലയേൽക്കുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ രീതിയും ഇന്ന് ആ സ്കൂളിൻ്റെ രൂപവും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് ഈ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ, നമ്മളെ ആശുപത്രികൾ, നമ്മളെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇങ്ങനെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അത് സത്യസന്ധമായി നിറവേറ്റിയത് കൊണ്ട് പാർട്ടി പല ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളൊരു പ്രതീകമായിട്ട് മത്സരിക്കുകയാണ്. അതിൽ വിജയം കാണും, നമ്മൾ വിജയിക്കും, പെരിന്തൽമണ്ണക്കാർ വിജയിക്കും. ഈ നാട്ടുകാരനെ ചേർത്ത് നിർത്താൻ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ജനം വളരെ ആവേശത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതോടുകൂടി പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലത്തിൻ്റെ വികസന മുരടിപ്പിന് ഒരു അറുതി വരുത്തും. പെരിന്തൽമണ്ണ നഗരത്തെ വളരെ മാതൃകാ ടൗണാക്കി മാറ്റും. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ മണ്ഡലത്തിന് വിവിധ മേഖലകളിലെ ചെറിയ നഗരങ്ങളുണ്ട്, അവിടെ എല്ലാം കുറവുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കലാകായിക രംഗത്ത് ഇടപെടാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ കഴിഞ്ഞ തവണ MLA പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് നിർമ്മിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് പുലാമന്തോളിൽ ഞങ്ങൾ കിട്ടിയ അവസരത്തിൽ ഈ പഞ്ചായത്ത് ഭരണ സമിതി ഐക്യത്തോടു കൂടി ഇടപെട്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പഞ്ചായത്തിനകത്ത് യുവാക്കൾക്കും യുവതികൾക്കും കാലത്ത് വന്ന് എക്സസൈസ് ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെയുള്ള ഗ്രൗണ്ടുകൾ
എല്ലാ ഗ്രാമപഞ്ചായത്ത് പരിധിക്കകത്തും നിർമ്മിച്ചു കൊടുക്കും. ഈ പുതുതലമുറയെ, യുവാക്കളെ, യുവതികളെ അഡ്രസ്സ് ചെയ്യുന്ന നൂതനമായ വിദ്യാഭ്യാസ ആശയങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ വളരെ മാതൃകാപരമായി ഈ നാട്ടിലെ ജനത്തെ ചേർത്ത് പിടിച്ച് നടത്തും. വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിലുണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാത്രമല്ല ഈ രാജ്യത്തെ ജനം ഇതിനെ കാണുന്നത്, ഈ മണ്ഡലത്തിലെ ഈ നാട്ടുകാരൻ എന്നുള്ള നിലക്ക് വലിയ പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിലെ ജനവിഭാഗങ്ങൾ നൽകുന്നു. ഇപ്പോൾ ഒരു ആദ്യഘട്ട പര്യടനം കഴിഞ്ഞിട്ടുണ്ടാവും, പൂർത്തിയായി ഒരു രണ്ടാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സമയത്ത് അവരെന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ ഉന്നയിക്കാറുണ്ടോ? അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. പ്രധാനമായിട്ടും 6 മീറ്ററും 8 മീറ്ററും വീതിയുള്ള PWDയുടെ കയ്യിലല്ലാത്ത റോഡുകൾ വ്യാപകമായിട്ട് തകർന്നു കിടക്കും. അത് ശരിക്ക് MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാറ്. അല്ലെങ്കിൽ PWDയിൽ നിന്ന് വൺ ടൈം സെറ്റിൽമെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യും. അത്തരം പദ്ധതികൾ നടക്കാത്തതിലുള്ള ചില പ്രയാസങ്ങൾ, ചില പരാതികൾ, ചില ആവശ്യങ്ങളായി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉയർന്നു വന്ന പരാതി, പ്രത്യേകിച്ച് ഈ ഓപ്പൺ പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പ്രചരണം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 10-40 ചെറുപ്പക്കാർ, കുട്ടികൾ ഒന്നിച്ച് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത്, ഇവിടെ ഫുട്ബോൾ മൈതാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല, ഒരു പഞ്ചായത്തിൽ വേണ്ട രീതിയിൽ അത് നടന്നിട്ടില്ല പലയിടങ്ങളിലും. കഴിഞ്ഞ കാലത്ത് MLA ആയതിനു ശേഷം അദ്ദേഹത്തെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? ആ കുട്ടികളോട്, ആ ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ ഒരു മിനി സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ നിർമ്മിച്ചു കൊടുക്കും, യാതൊരു തർക്കമില്ല. എനിക്ക് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ പ്ലാമന്തോളിൽ അവസരം കിട്ടിയ ഘട്ടത്തിൽ അത് നടപ്പാക്കി ജനങ്ങൾക്ക് കൈമാറി കൊടുത്തിട്ടുണ്ട്. മാതൃകാപരമായി അതിൽ ഇടപെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ ഒരുപാട് പരാതികളാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയം നന്നായിട്ട് പഠിച്ച് ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ അടിസ്ഥാനപരമായി വേണ്ട ചില വിഷയങ്ങളുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിൽഡ് ചെയ്യരുത്, നമ്മൾ ചെയ്തത് പറയാം. എന്നെ ബിൽഡ് ചെയ്യേണ്ടത് ഈ സമൂഹത്തിൽ നടന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആളുകൾ പറയുന്നത്, ഞാൻ ഈ നാട്ടിലുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ വൈബിൽ നിന്ന് ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ അശ്രദ്ധ കാണിച്ചു, അതിൽ ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇന്നലെ പ്രചരണത്തിൽ നിന്ന് പോയൊരു സ്ഥലത്ത് ഒരു സഹോദരി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെ പരിചയപ്പെടുത്തി പേരുകൊണ്ടൊക്കെ, എന്നിട്ട് പറഞ്ഞു എൻ്റെ മോളാണിത്, എൻ്റെ മോളിപ്പോൾ സമീപ ദിവസമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ കുട്ടിക്ക് ജന്മം നൽകിയത്. അപ്പോൾ ആ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. MLA ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ജില്ലാ ആശുപത്രിയിൽ പ്രസവമൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ പറയാൻ പാടുമോ? അപ്പോൾ നിങ്ങളൊക്കെ അതിനെ ചോദ്യം ചെയ്യപ്പെടണ്ടേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഈ രാജ്യത്തെ ജനം മനസ്സിലാക്കും. ഈ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ LDFൻ്റെ UDFൻ്റെ ഒക്കെ രാഷ്ട്രീയ നേതൃത്വം, മുൻകാല ജനപ്രതിനിധികൾ വളരെ മാതൃകാപരമായി ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനമാണ് ജില്ലാ ആശുപത്രി. ആ ജില്ലാ ആശുപത്രിയെ ഇകഴ്ത്തുക വഴി MLA എന്ത് സന്ദേശമാണ് ഈ നാടിന് കൊടുക്കുന്നത്? ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ചികിത്സാ സൗകര്യത്തിൻ്റെ അത്താണിയായിട്ടുള്ള ജില്ലാ ആശുപത്രിക്കെതിരെ ഇതുപോലെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് MLA സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആശങ്ക നമ്മുടെ നാട്ടിലെ പ്രചരണ രംഗത്ത് ചെല്ലുമ്പോൾ ആളുകൾ, എൻ്റെ മകളുടെ പ്രസവം കഴിഞ്ഞു, ഈ ആശുപത്രിയിൽ നിന്നാണ് പ്രസവിച്ചത്, ആ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞങ്ങളുടെ സ്വീകരണം, അവിടെ കുട്ടിയുണ്ട് എന്ന് ഒരു ഗ്രാമത്തിലെ അമ്മ പറയുമാറ് ഈ സർക്കാർ സംവിധാനത്തെ ഇകഴ്ത്തി തള്ളിപ്പറഞ്ഞ MLAയുടെ ഈ സമീപനത്തിൽ വലിയ പ്രതിഷേധമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെരിന്തൽമണ്ണയെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഓരോടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഹനീഫ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ MLA ആയി എത്തുകയാണെങ്കിൽ അതിനൊരു നീക്കുപോക്ക്, ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധി ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യത്തെ ബജറ്റിൽ ഒരോടംപാലം മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള പൂർണ്ണമായ പണം അതിലുണ്ടാവും. അത് തികഞ്ഞ കോൺഫിഡൻസോടുകൂടി പറയാൻ കാരണം ഒരോടംപാലം മാനത്ത് മംഗലം ബൈപ്പാസ് എന്ന് പറയപ്പെടുന്ന ഒരു ആശയവും അതിൻ്റെ ഒരു ആലോചനയും നടക്കുന്നത് ശശിയേട്ടൻ MLA ആവുന്ന ഘട്ടത്തിലാണ്. ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി പെരിന്തൽമണ്ണയിൽ, തുടർന്നൊരു ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമ്പോൾ പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാഫിക് കുരുക്കഴിക്കാനുള്ള ഏറ്റവും വലിയ വഴിയായിരുന്നു അത്. അതിന് ട്രഷറിയിൽ നിക്ഷേപം സ്വീകരിച്ച് അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചില ഘട്ടങ്ങളിലേക്ക് കടന്നിരുന്നു. പിന്നീടാണ് UDF ഗവൺമെൻറ് വരുന്നത്, MLA വരുന്നത്. ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടത് ആരാണ്? UDF കേരളം ഭരിക്കുമ്പോൾ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി മന്ത്രിയായിരുന്നു. ആ അവസരമെല്ലാം ഉണ്ടായിട്ട് ഒരോടംപാലം മാനത്ത് മംഗലം ബൈപ്പാസ് നടപ്പാക്കുന്നതിന് പകരം എന്ത് ചെയ്തു പെരിന്തൽമണ്ണയിൽ എന്നുള്ളത് നമ്മളെല്ലാം അറിയുകയും ഇന്ന് അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു, ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഥമ പരിഗണന ഈ മണ്ഡലത്തിൽ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമാകും. ആ അനുകൂലമാകുന്നതോടുകൂടി ഒരോടംപാലം മാനത്ത് മംഗലം ബൈപ്പാസ് ആദ്യത്തെ ബജറ്റിൽ ഉണ്ടാവും. കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ൽ നിന്നും ഒരുപാട് അണികളും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളുമെല്ലാം UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഒക്കെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്ക് ഇതൊരു തിരിച്ചടിയാവില്ലേ? സമീപകാലത്ത് CPM-ൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാറി നിന്ന ഒരാളെ ഈ മണ്ഡലത്തിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും അവിടെ ദുബായ് പടിയുള്ള ഒരാൾ, അങ്ങനെ 2-3 പേര്. ഇന്നലെ ഞാൻ 2 പേർക്ക് മാലയിട്ട് കൊടുത്തു. ഒന്ന് താഴെക്കോട് പഞ്ചായത്തിലുള്ള 10-60 വയസ്സായിട്ടുള്ള ഒരു കാരണവർക്ക് മാലയിട്ട് കൊടുത്തു. MSF-ന്റെ നേതാവായിരുന്ന ഒരു ചെറുപ്പക്കാരന് ഞാൻ വെട്ടത്തൂരിൽ വെച്ചുകൊണ്ട് മാലയിട്ട് കൊടുത്തു. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ CPM-ന്റെ പാർട്ടി അംഗങ്ങളോ ആരെങ്കിലും സമീപകാലത്ത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലത്തിനകത്തോ സമീപ പ്രദേശങ്ങളോ ഉണ്ടോ? ആരെയാണ് ഉപേക്ഷിച്ചത് എന്ന് നിങ്ങൾ മങ്കട മണ്ഡലത്തിലേക്ക് നോക്കൂ. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഏത് പാനലിൽ നിന്നാണ് മത്സരിക്കുന്നത്? ആരെയാണ് ഉപേക്ഷിച്ചത്? ഞങ്ങളെ ആരും ഉപേക്ഷിക്കുന്നില്ല, ഞങ്ങൾ ആരെയും ഉപേക്ഷിക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ കരുത്ത്, ഇടതുപക്ഷത്തിൻ്റെ സംഘടനാശേഷി, അതിന് നേതൃത്വം കൊടുക്കുന്ന CPM, പിന്നീട് ഏതെങ്കിലും ചില 2 ചെറുപ്പക്കാരെ കൊടുന്ന് ഒരു പച്ച മാല ഇട്ട് കൊടുത്ത് CPM-ൻ്റെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാം. ആ കാപട്യം കാണിക്കാൻ ഞങ്ങളില്ല. അധികം ഒരു ശുഭപ്രതീക്ഷയിലാണ് നമ്മുടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. തീർച്ചയായും ശുഭപ്രതീക്ഷയല്ല, ഈ മണ്ഡലം വിജയിക്കണമെന്ന് ഈ നാട് ആഗ്രഹിക്കുന്നു. ഈ നാട് കഴിഞ്ഞ 5 വർഷക്കാലം നേരിട്ട അവഗണന അതിജീവിക്കാൻ ഈ രാജ്യത്തെ ജനവിഭാഗം ഒരു മാറ്റം ആവശ്യമുണ്ട് എന്നുള്ളിടത്ത് എത്തപ്പെട്ടിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ കൂടെ പെരിന്തൽമണ്ണയിലെ ജനവിഭാഗം തീർച്ചയായും ഉണ്ടാകും. ആ മാറ്റം, ഈ മണ്ഡലത്തിൻ്റെ മാറ്റം ഈ നാടിൻ്റെ വികസനമായി മാറും. ആ വികസനത്തിൻ്റെ പിന്തുടർച്ച, ആ വികസനത്തിൻ്റെ തുടർച്ച, ശശിയേട്ടൻ മുന്നോട്ട് വെച്ച പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളുണ്ട്. ആ ആശയം വളരെ നല്ല രീതിയിൽ നടപ്പാക്കും. അതിന് ഈ ജനം അതിനനുകൂലമായ ജനവിധി എഴുതും, അത് നടപ്പാവും. എന്തായാലും ഇനി വോട്ടിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങളെത്താൻ വളരെ കുറച്ച് ദിവസങ്ങൾ, വിരലിൽ എണ്ണാവുന്ന അത്രയും ദിവസങ്ങൾ മാത്രമാണുള്ളത്. എന്തായാലും പെരിന്തൽമണ്ണയിലെ പോരാട്ടം നമുക്ക് കണ്ടു തന്നെ അറിയാം. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. താങ്ക് യു. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.